PV അൻവർ MLA തൊട്ടു മുൻപാണ്, അല്പസമയം മുൻപാണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്കായി MLA ഹോസ്റ്റലിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ആരംഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VV വിനോദും VV വരുണുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങൾ ഒക്കെ ഉണ്ടാകും ആ കൂടിക്കാഴ്ചയിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഈ കഴിഞ്ഞ 2 ദിവസമായി രാഷ്ട്രീയ കേരളത്തിലേക്ക് ഒരുപാട് പൊട്ടിത്തെറികൾക്ക് സാധ്യതയുള്ള കാര്യങ്ങളാണ് PV അൻവർ MLA ഇങ്ങനെ വാരി വിതറിയത്. അതിന്റെ ഒരു കാർമേഘം എങ്ങും പ്രകടവുമാണ്. അത് CPM-ലെ നേതാക്കൾക്കും അണികൾക്കും ഇടയിൽ പോലും ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിനിടയിലാണ് ചില ചർച്ചകൾ വരുന്നത്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ പോലും പാർട്ടിയിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം. അതിന്റെ ഒരു ഭാഗമാണ് ഈ PV അൻവറിന്റെ ഈ ആരോപണം, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, P ശശിക്കെതിരെ എന്നുള്ളത്. അപ്പോൾ ഇത്തരം കുറെ കാര്യങ്ങൾ കൂടിയില്ലേ ഈ ADGP പോലീസ്, ഇതിനും അപ്പുറത്തേക്ക് CPM-നുള്ളിലും കുറെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അതും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമല്ലോ. മുഖ്യമന്ത്രിയിൽ നിന്ന് അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തത തേടിയുള്ള സംശയങ്ങളോ ഉയരാൻ സാധ്യതയില്ലേ? CPM-ൽ അണികൾക്കെന്ന് മാത്രമല്ല നേതാക്കൾക്ക് പോലും കൃത്യമായ ഒരു ധാരണയില്ല. പല അപൂർവം ചില നേതാക്കൾക്ക് ഒഴിച്ച് മറ്റാർക്കും കൃത്യമായ ധാരണയില്ല എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അൻവറിന്റെ ലക്ഷ്യം, ആർക്കു വേണ്ടിയാണ് അൻവർ ഇങ്ങനെ രംഗത്തിറങ്ങുന്നത്, ആരാണ് അൻവറിനെ നിയന്ത്രിക്കുന്നത്, അൻവറിന് ധൈര്യം നൽകുന്നത് എന്ന കാര്യത്തിൽ CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊഴികെ മറ്റ് ബഹുഭൂരിപക്ഷം പേർക്കും വലിയ അതിന്റെ ഒരു കൃത്യമായ ഒരു ഐഡിയ ഇല്ല എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്തായാലും ഇത് CPM രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു നീക്കമായി തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. CPM രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ചലനങ്ങളായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് അനുകൂലമാകാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ളതാകാം. ഏതായാലും CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ, CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയ ദിവസം ഇത്തരമൊരു വെളിപ്പെടുത്തലുമായി PV അൻവർ വരുമ്പോൾ സ്വാഭാവികമായും അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ സമ്മേളനങ്ങളുടെ അജണ്ട പോലും നിശ്ചയിക്കപ്പെടുന്ന, അവിടുത്തെ ചർച്ചാ വിഷയമായി പോലും ഏത് മാറുമെന്ന കാര്യം നിശ്ചയിക്കപ്പെടുന്ന ഒരു നീക്കമായാണ് അൻവറിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളെ, അൻവറിന്റെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെ CPM കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയും അൻവറുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായും അൻവറിന് വലിയ പരാതികളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ. അത് വസ്തുതയാണ്. അതിപ്പോൾ മാത്രമല്ല, നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ ചില കേസുകളുടെ സമയത്തൊക്കെ കൃത്യമായി അൻവർ ലക്ഷ്യമിട്ട് അൻവറിന്റെ നീക്കങ്ങൾക്ക് തടസ്സമായത് മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു. പ്രത്യേകിച്ചും അതിന് നേതൃത്വം നൽകിയത് P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അതിന് അദ്ദേഹത്തിന് കൂട്ടുനിന്നത് അജിത് കുമാർ, MR അജിത് കുമാറിന് ADGP ആയിരുന്നു. ആ കാര്യങ്ങൾ വ്യക്തമാണ്. അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്നാണ് PV അൻവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, പാർട്ടിയിലെ മറ്റു കാര്യങ്ങളൊന്നും സ്വാഭാവികമായും മുഖ്യമന്ത്രി അൻവറുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകില്ല. അൻവർ ആ രീതിയിൽ CPM-ന്റെ നേതാവുമല്ല, ഒരു ഇടതുപക്ഷ MLA, CPM ആഭിമുഖ്യമുള്ള ആൾ എന്നതിനപ്പുറത്തേക്ക് അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ചർച്ചയാകില്ല. പക്ഷേ എന്താണ് അൻവറിന്റെ ലക്ഷ്യം? അൻവർ പറയുന്നതിന് ഈ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് തെളിവുകളുണ്ടോ? നേരത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയൊരു അഴിമതി ആരോപണം നിയമസഭയിൽ രേഖാമൂലം PV അൻവർ മുന്നോട്ട് വച്ചിരുന്നു. ആ ആരോപണത്തിൽ പിന്നീട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ആരോപണം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറായെങ്കിലും ആ അന്വേഷണവും മുന്നോട്ട് പോയിട്ടില്ല. അതിലും അൻവറിന് വലിയ അതൃപ്തിയുണ്ട്, പരാതിയുണ്ട്. അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും അൻവർ പറയും. തന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ജെന്യുവിനാണ്, ന്യായമുള്ളതാണ്, അത് വസ്തുതാപരമാണെന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ട ഒരുപക്ഷെ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഭരണപക്ഷ MLA സർക്കാരിനെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതിനോടുള്ള വിയോജിപ്പ്, അതൃപ്തി മുഖ്യമന്ത്രി അൻവറിനോട് പ്രകടിപ്പിച്ചാൽ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സമവായം ഇല്ലാതാകും. അങ്ങനെയെങ്കിൽ അൻവർ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തും. അൻവറിന്റെ ഓഫീസുമായൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ നിരവധി തെളിവുകൾ P ശശിക്കെതിരെ അടക്കം അൻവർ ശേഖരിച്ച് വച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. MR അജിത് കുമാറിന് ഇനിയും തെളിവുകളുണ്ട് അൻവറിന്റെ പക്കൽ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത് പുറത്തുവിടാൻ മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം കൂടി അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്വാഭാവികമായും വിഷയത്തിൽ ഒരു സമവായ നീക്കമായി കൂടി ഈ കൂടിക്കാഴ്ച കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിന് മുഖ്യമന്ത്രി അൻവറിന്റെ ആവശ്യങ്ങൾക്ക്, അൻവറിന്റെ വാദഗതികളോട് യോജിക്കാത്ത ഒരു കടും പിടുത്തം തുടർന്നാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അൻവറിന്റെ നീക്കങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ കാരണം അത് CPM-ൽ ഉള്ളിൽ നിന്നുള്ള പിന്തുണ മാത്രമല്ല, KT ജലീൽ MLA അൻവറിന് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. കാരാട്ട് റസാഖ്
അൻവറിന് അനുകൂലമായ നിലപാടെടുക്കുന്ന സൂചന വരുന്നുണ്ട്. വി അബ്ദുറഹ്മാൻ മന്ത്രി അൻവറുമായി പല കാര്യങ്ങളിലും ഈ ഇത്തരം വിഷയങ്ങളിലടക്കം അവർ യോജിച്ചു പോകുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു കൃത്യമായ ഒരു ഏകോപനം അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. CPM രാഷ്ട്രീയത്തിനുള്ളിൽ നിന്നുകൂടി അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിനുള്ളിൽ നിന്നുകൂടി ഒരു പിന്തുണ അൻവറിന് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകും. അതില്ലാതെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെങ്കിൽ അൻവറിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും PV അൻവർ ഈ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ പ്രതികരണം ഏത് തലത്തിലായിരിക്കും, ഏത് തരത്തിലാകും, പൂർണ്ണമായും മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു സമവായ ശ്രമത്തിലേക്ക്, സമവായ നീക്കത്തിലേക്ക് PV അൻവർ മാറുമോ എന്നാണ് അറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ സമീപകാല CPM രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി ഇത് മാറും. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രി നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രിയുടെ റൂമിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച വളരെ നിർണായകമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ. ഉറപ്പായും വളരെ നിർണായകമായ കൂടിക്കാഴ്ച. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുക എന്നുള്ളത് ഒരുപക്ഷെ PV അൻവർ MLA കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ നൽകുന്ന പ്രതികരണത്തിൽ നിന്ന് മാത്രമേ അതിലൊരു സൂചന നമുക്ക് ലഭിക്കൂ. അൻവർ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മാധ്യമങ്ങൾ.